നാം കടന്നു പോകുന്ന വഴിയിൽ പതിയിരിക്കുന്ന അനർത്ഥങ്ങളുണ്ട്, അപകടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. മുക്കിക്കളയാനായി നോക്കുന്ന, പടകിനെ തകർത്ത് കളയാൻ നോക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. അതിന് നടുവിൽ എവിടെ ചെല്ലും, എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഭാരപ്പെട്ട് കലങ്ങി ധൈര്യമെല്ലാം ചോർന്നു പോയിരിക്കുമ്പോൾ നമ്മളെ പറഞ്ഞയച്ചൊരു ദൈവമുണ്ട്. അവൻ നമ്മളെ കൈവിടില്ല. രാത്രിയുടെ 4-ാം യാമത്തിലും അവൻ ഇറങ്ങി വന്ന് നാം ഭീതിപ്പെട്ടിരിക്കുന്ന, നമ്മെ ഭീതിപ്പെടുത്തിയ തിരമാലകളുടെ മുകളിലൂടെ അതിനെ കാൽ കീഴാക്കി കടന്നു വന്ന് നമ്മെ കൈപിടിച്ച് കരകയറ്റി കരയിലെത്തിക്കുവാൻ, അല്ലെങ്കിൽ കൈപിടിച്ച് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ഈ കർത്താവ് ശക്തനാണ്. ഇന്ന് ഈ ശാലോം സന്ദേശത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ആലോചന എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ യേശുവിൻ്റെ കാൽ കീഴിലാണ്. നിങ്ങളെ മുക്കിക്കളയുമെന്ന് പറയുന്ന, നിങ്ങളെ തകർത്ത് കളയും, നിങ്ങളെ കാൽ കീഴാക്കുമെന്ന് പറയുന്ന പ്രശ്നങ്ങളെ യേശു കാൽ കീഴാക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ കർത്താവ് തന്നെ നമ്മളെ കരങ്ങളെ പിടിച്ച് പൊക്കുമ്പോൾ, എഴുന്നേൽപ്പിക്കുമ്പോൾ ആ ഭീതിപ്പെടുത്തിയ ശക്തികൾ നമ്മുടെ കാൽ കീഴായി മാറും. ഹല്ലേലൂയ. കർത്താവ് പറയുന്നില്ലേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും കാലിന്റെ കീഴെ ചവിട്ടിക്കളയാൻ ഞാൻ അധികാരം തരുന്നു. ഈ ശത്രുക്കളൊക്കെ നമ്മെ കാൽ കീഴാക്കാൻ വേണ്ടി നോക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യം തന്നെ ഞാൻ അതൂത് പറയാം. കടക്കണി, കടഭാരം, സാമ്പത്തിക തകർച്ചകൾ നശിപ്പിച്ചു കളയുമെന്നും നിങ്ങളുടെ തലയുടെ മുകളിലൂടെ അതിൻ്റെ ഭാരം കയറിയിട്ട് മരിച്ചാൽ മതി, ജീവിച്ചിരിക്കണ്ട എന്ന് ചിന്തിക്കുന്ന ചിലർക്ക് ദൈവം അത്ഭുതകരമായ വിടുതൽ തരാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രശ്നത്തിന് ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിച്ചു എന്ന് മാത്രമല്ല, വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുവാൻ, അനേകർക്ക് കൊടുക്കുവാനുള്ള ഒരു വലിയ സമൃദ്ധിയുടെ കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദൂത് സ്വീകരിക്കുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ, ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. അത് നിങ്ങൾ ഇന്ന് നടക്കാൻ പോകുകയാണ്. പക്ഷെ ഇന്നൊന്നുമില്ല, ഇന്ന് ശൂന്യമാണെന്ന് മാത്രമല്ല, ഇന്ന് കടക്കാരനായി മാറിയിരിക്കുക, ഇന്ന് വലിയ ബാധ്യതയ്ക്കകത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ശമരിയയുടെ പടിവാതിൽക്കൽ നാളെ ഗോതമ്പും യവവും ഓരോ ശേക്കലിന് ഒരു പറ, അല്ലെങ്കിൽ ഒരു പാത്രം ഗോതമ്പും 2 പാത്രം യവവും വിൽക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം കൃഷി ചെയ്തിട്ടില്ല, കൃഷി നടന്നിട്ട് കുറെ നാളായി. കൃഷിയില്ലാത്തടത്ത് എങ്ങനെ ധാന്യം വിൽക്കും, ധാന്യം കൊടുക്കും? പക്ഷേ ദൈവം ആരാം സൈന്യത്തെ കൊണ്ടുവന്ന് അവരുടെ ശത്രുവിന്റെ മുഴുവൻ സമ്പത്തിനെയും അവരുടെ ഗോതമ്പും യവവും കൊണ്ടുപോയി ഇവരുടെ വാതിൽ കൊണ്ടുപോയി ഇട്ടിട്ട് ഓടത്തക്ക രീതിയിൽ ദൈവം പദ്ധതി ഒരുക്കി വെച്ചിരുന്നു. ചിലതൊക്കെ എറിഞ്ഞു തന്നിട്ട് നിങ്ങളെ നശിപ്പിക്കുമെന്ന് പറയുന്നവർ, നിങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുമെന്ന് പറയുന്നവർ ഇങ്ങോട്ട് ധാന്യം എറിഞ്ഞു തന്നിട്ട് അവർ ജീവരക്ഷയ്ക്കായി ഓടുന്ന കാഴ്ചകളൊക്കെ മുമ്പിൽ നടക്കും. ഹല്ലേലൂയ. ഇതൊക്കെ ചെയ്യാൻ ദൈവം ശക്തനാണെന്ന്. നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് സംഭവിക്കും. ദൈവത്തിന് ഒരു കാര്യവും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായ കാര്യമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. അത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മറുപടി തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാർ, യേശു അവരെ മുൻപോട്ട് അയക്കുകയാണ്. മുൻപോട്ട് പോവുക, നിങ്ങൾ മുൻപോട്ട് പോവുക എന്ന് പറഞ്ഞവരെ പടയിൽ കയറ്റി അയച്ചു കഴിഞ്ഞപ്പോൾ, അത് മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലാണ്, ബെത്സേദയ്ക്ക് നേരെ മുന്നോട്ട് ഓടുവാൻ പടകിൽ കയറ്റി അവരെ അയക്കുകയാണ്. 48-ാം വാക്യം. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു. 50-ാം വാക്യം. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവരുടെ ധൈര്യം ക്ഷയിച്ചു പോയി, അവർ ഭയപ്പെട്ടു പോയി. രാത്രിയുടെ 4-ാം യാമത്തിൽ തണ്ടു വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞ, ഏറ്റവും ഇരുൾ ബാധിക്കുന്ന,
ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന് പറയുന്ന നാലാം യാമത്തിൽ ആരും കൈ നീട്ടി സഹായിക്കാൻ വരാത്ത ആ നാലാം യാമത്തിൽ അടുക്കിലേക്ക് വന്ന്, നിങ്ങളുടെ അടുക്കിലേക്ക്, നിങ്ങളുടെ പ്രതിസന്ധികളെ കാൽ കീഴാക്കി അടുത്ത് വന്ന് കൈ നീട്ടി പിടിക്കുവാൻ, ഹല്ലേലൂയ, ധൈര്യപ്പെട്, ഞാനാകുന്നു, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് കൈ നീട്ടിത്തരുന്ന ഒരു കർത്താവ് നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. അവൻ നിങ്ങളെ കൈവിടുകയില്ല. ഭ്രമിക്കേണ്ടെന്ന് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമാണ്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇതിനകത്തൂടെ ദൈവം കടത്തിവിടും, പക്ഷെ നീ നശിച്ചു പോകുകയില്ല. ഇന്നും നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നത് ഈ പ്രശ്നങ്ങൾക്ക് അകത്തൂടെ ദൈവം നിങ്ങളെ ജീവനോടെ നടത്തുന്നത് കൊണ്ടാണ്. നശിക്കാൻ സമ്മതിക്കുകയില്ല. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഭക്തന്മാരായ യഹൂദബാലന്മാരായ 3 പേരെ തീയിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം കണ്ട കാഴ്ച, അതിനവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 3 പേരെയാണ് തീയിലോട്ട് എറിഞ്ഞത്, പക്ഷേ 4 പേര് കെട്ടഴിഞ്ഞ് നടക്കുന്നു. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോടൊത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന തീജ്വാലയ്ക്കകത്ത് 4-മതൊരാൾ നിൽക്കുന്നുണ്ട്. അദൃശ്യനായവൻ, ദൈവപുത്രൻ. ഹല്ലേലൂയ. ആമേൻ. അത് ലോകം കാണത്തക്ക രീതിയിൽ അവിടെ നിങ്ങൾ നശിച്ചു പോകാതിരിക്കുന്ന സംഭവം, കാഴ്ച ലോകം കാണാൻ പോവുകയാണ്. അതിലും ചെറിയ പ്രശ്നം വന്നവൻ ലോകത്ത് നിന്ന് വിട്ടുപോയി. പക്ഷേ ഇത്ര വലിയ തീച്ചുളയ്ക്കകത്തും ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നു. 4-മതൊരാൾ. ആമേൻ. നിങ്ങൾ കാണാത്ത ഒരുവൻ, ആമേൻ, മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഒരുവൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഭയപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപ്പെടുവിൻ എന്ന് പറഞ്ഞ് കർത്താവ് കൂടെയുണ്ട്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ യോശുവയ്ക്ക് ദൈവം ധൈര്യം കൊടുക്കുകയാണ്. നീയാണ് വാഗ്ദത്തം പ്രാപിക്കാൻ പോകുന്നത്, നീയാണ് വാഗ്ദത്തം പ്രാപിച്ച് ദേശത്തെ ഇസ്രായേൽ ജനത്തിന് വിഭാഗിച്ചു കൊടുക്കാൻ പോകുന്നത്. 12 ഗോത്രങ്ങൾക്കുള്ള അവകാശങ്ങൾ നീ വിഭാഗിച്ചു കൊടുക്കാൻ പോകുകയാണ്. എന്നാൽ നീ എന്ത് ചെയ്യണം? നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ഭയപ്പെടണ്ട. കർത്താവ് ഇന്ന് ഈ ദൂത് പറയുക, ഭയപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. അല്ലെങ്കിൽ നീ പിടിച്ചടക്കേണ്ട ദേശം, പിടിച്ചടക്കേണ്ട നന്മകൾ കൈവശമാകില്ലല്ലോ, അത് നിന്നെ ഭീതിപ്പെടുത്താത്തക്ക രീതിയിൽ ഉന്നതമാണല്ലോ, ഭീകരമാണല്ലോ ചിന്തിക്കേണ്ട. ഭയപ്പെടേണ്ട, നീ ഭ്രമിക്കണ്ട, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരുന്നാൽ മതി. ദൈവം കൂടെയുണ്ട്. ആമേൻ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. ആമേൻ. നാം കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ ആ പ്രതിസന്ധി നമ്മെ നശിപ്പിക്കുമെന്ന് ആകുലപ്പെടുമ്പോൾ അതിൻ്റെ മുകളിലൂടെ നടക്കാനുള്ള അധികാരം ദൈവം തന്ന് കൈപിടിച്ച് നമ്മെ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവം. ഹല്ലേലൂയ. തീജ്വാലയ്ക്കകത്തും വെള്ളത്തിനകത്തും ഒക്കെ നമ്മളെ നിർത്തി അതിൻ്റെ മുകളിലൂടെ നടത്തിക്കൊണ്ടു പോകുവാൻ അധികാരമുള്ള ദൈവം. അഗ്നിജ്വാല ദഹിപ്പിക്കാതെ, ആമേൻ, പെരുവെള്ളം മുക്കിക്കളയാതെ ദൈവം മറുകരയെത്തിക്കും. പ്രിയ കർത്താവേ, ഈ മക്കളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണല്ലോ അവിടുന്ന് സംസാരിച്ചിട്ടുള്ളത്. ഈ വചനങ്ങൾ ഞങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. യാത്രയുടെ 4-ാം യാമത്തിൽ ഇറങ്ങി വന്ന് ഭീതിപ്പെടുത്തിയ കടലോളങ്ങളെ കാൽക്കീഴാക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെ ജനത്തെ കൊണ്ടുപോയ ദൈവം ഈ ജനത്തെ പ്രതിസന്ധിയുടെ മുകളിലൂടെ കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. കീഴ്പ്പെടുത്താൻ വരുന്ന ശക്തികൾ ഇവരുടെ കാൽക്കീഴാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതിനെയും അടക്കി, അതിനെയും ജയിച്ചു പോകും. ഈ പ്രശ്നത്തെയും അതിജീവിക്കട്ടെ, ഈ പ്രശ്നത്തെയും അവർ കീഴടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇവരെ നശിപ്പിക്കാൻ വരുന്ന പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങട്ടെ. കാൽ കീഴാക്കി ധൈര്യത്തോടെ കർത്താവിൻ്റെ കരം പിടിച്ച് മുൻപോട്ട് പോകാൻ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ ശബ്ദമാണ്, അത് കേട്ട് ഉറച്ചു നിൽക്കുക. എല്ലാറ്റിനെയും അതിജീവിക്കാൻ കർത്താവ് കരുത്തും കൃപയും നൽകി തരും. ആമേൻ. സന്ദേശം നിങ്ങൾ മറ്റുള്ളവർ പങ്കുവെക്കണം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.